അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ പഠിച്ച ലോഗരിതമിക് ഫംഗ്ഷൻ്റെ ഒരു അപ്ലിക്കേഷനാണ്. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എന്നാണ് ടോപ്പിക്കിൻ്റെ പേര്. അതായത് നമ്മളിപ്പോൾ പഠിച്ച ലോഗിൻ്റെ ഐഡിയാസ് ഉപയോഗിച്ച് നമുക്ക് ചില ഫംഗ്ഷൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, എളുപ്പത്തിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഏറ്റവും നല്ല എക്സാമ്പിളാണ്, ഇപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു യു ഓഫ് എക്സ് റേസ് ടു വി ഓഫ് എക്സ്. ഇങ്ങനെ ഒരു എക്സിൻ്റെ ടേമിലുള്ള ഒരു ഫംഗ്ഷൻ റേസ് ടു വേറൊരു എക്സിൻ്റെ ടേമിലുള്ള ഫംഗ്ഷൻ. അപ്പോൾ ഇങ്ങനെ പവറിൽ വേരിയബിൾ വരുന്ന തരത്തിലുള്ള ഫംഗ്ഷൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ലോഗിൻ്റെ ഐഡിയ ഉപയോഗിക്കാം. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ആശയം ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നു എന്ന് വിചാരിക്കാം. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് y ആയിട്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നു, ഇതിൽ നിന്ന് dy/dx കാണാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട മാർഗം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ എങ്ങനത്തെ കേസാണെന്ന് ഒന്നുകൂടി പറയാം. ഒരു ഫംഗ്ഷൻ റേസ് ടു വേറൊരു ഫംഗ്ഷൻ, അപ്പോൾ അതായത് പവറിൽ വേരിയബിൾ വരുന്നു, അങ്ങനെയുള്ള കേസുകളെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ലോഗ് ഉപയോഗിക്കും. അതിനെയാണ് നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എന്ന് പറയുക. അപ്പോൾ ഇത്തരത്തിലൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടേക്ക് ലോഗ് ഓൺ ഐദർ സൈഡ്. ലോഗ് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, y ഈക്വൽ ടു ഇദ്ദേഹം. അപ്പോൾ ടേക്ക് ലോഗ് ഓൺ ഐദർ സൈഡ്, രണ്ട് സൈഡിലും ലോഗ് എടുക്കുക. ടേക്ക് ലോഗ് ഓൺ ഐദർ സൈഡ്. അപ്പോൾ ലോഗ് y ഈക്വൽ ടു ലോഗ് യു ഓഫ് എക്സ് റേസ് ടു വി ഓഫ് എക്സ് എന്ന് വരും. അപ്പോൾ ഇവിടെ ലോഗിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോഗ് പി റേസ് ടു എൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് നമുക്ക് എൻ ഇൻറ്റു ലോഗ് പി എന്ന് എഴുതാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ലോഗ് യു റേസ് ടു എക്സ് ഓൾ റേസ് ടു വി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് വി ഓഫ് എക്സ് ഇൻറ്റു ലോഗ് ഓഫ് യു ഓഫ് എക്സ് എന്ന് എഴുതാം. ഈ രൂപത്തിൽ നമുക്കിതിനെ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പിൽ ഇപ്പം നമുക്ക് ആ പവറിൻ്റെ ശല്യം നമുക്ക് പോയി കിട്ടി. ഇപ്പം നമ്മൾ ലോഗ് y ഈക്വൽ ടു വി ഓഫ് എക്സ് ഇൻറ്റു ലോഗ് യു ഓഫ് എക്സ് എന്ന രൂപത്തിലായി നമ്മുടെ ആൻസർ. അപ്പോൾ പവറൊക്കെ പോയി. ഇനി നമ്മൾ നേരെ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് കാണുമ്പോൾ ചെയിൻ റൂൾ ഉപയോഗിക്കുക. അപ്പോൾ ലോഗ് എക്സ് ആണെങ്കിൽ 1/x, അപ്പോൾ ലോഗ് y ആകുമ്പോൾ 1/y ഇൻറ്റു dy/dx ഈക്വൽ ടു, ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഇതൊരു പ്രൊഡക്റ്റാണ്, ഇതിന് യു എന്നും ഇത് ഫുള്ള് വി എന്നും വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് കാണുമ്പോൾ യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ്, പ്രൊഡക്റ്റ് റൂൾ. അതായത് ആദ്യം വി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ്, അതായത് വി ഡാഷ് എക്സ് ഇൻറ്റു ഇത് അങ്ങനെ തന്നെ എഴുതുക, അതായത് ലോഗ് യു ഓഫ് എക്സ് അങ്ങനെ തന്നെ എഴുതുക, പ്ലസ് യു അങ്ങനെ തന്നെ എഴുതുക ഇൻറ്റു വി ഡാഷ്, ഇയാളുടെ ഡെറിവേറ്റീവ്. അപ്പോൾ ലോഗ് യു ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ 1/u ഓഫ് എക്സ് ഇൻറ്റു യു ഡാഷ് എക്സ് എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് dy/dx കാണണ്ടേ. അപ്പോൾ ഇതിനകത്ത് ഈ 1/y അപ്പുറത്തേക്ക് കൊടുക്കുക. 1/y അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ജസ്റ്റ് y എന്നായി മാറും. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ dy/dx ഈക്വൽ ടു 1/y റൈറ്റ് സൈഡിലേക്ക് എടുത്തു, അപ്പോൾ അത് വെറും y എന്നായി മാറി, ഇൻറ്റു ഇവിടെയുള്ള സാധനങ്ങൾ. ഇതിനൊന്ന് ഓർഡറിൽ എഴുതുമ്പോൾ വി ഡാഷ് എക്സ് ഇൻറ്റു ലോഗ് യു ഓഫ് എക്സ് പ്ലസ് ഇതിന് നമുക്ക് വി ഓഫ് എക്സ് ഇൻറ്റു യു ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ യു ഓഫ് എക്സ് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നേക്കണം y എന്ന് പറയുന്നത് യു ഓഫ് എക്സ് റേസ് ടു വി ഓഫ് എക്സ് ആണ്. സോ അടുത്ത സ്റ്റെപ്പിൽ dy/dx ഈക്വൽ ടു നമുക്കിതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് ഈ വൈക്ക് പകരം നമ്മുടെ ക്വസ്റ്റ്യനിലെ y, ഈ തന്നിരിക്കുന്ന y എടുത്ത് എഴുതാം. അതായത് യു ഓഫ് എക്സ് റേസ് ടു
വി ഓഫ് എക്സ് എന്ന് തിരിച്ചു കൊണ്ട് കൊടുക്കുക. ഇൻറ്റു ഈ എഴുതിയിരിക്കുന്ന സാധനം അതുപോലെ തന്നെ ഈ ടേം അതുപോലെ തന്നെ എഴുതുക. ഇങ്ങനെയാണ് ഇത്തരം ചോദ്യങ്ങളിൽ നമ്മൾ dy ബൈ ഡി എക്സ് കാണും. അപ്പം ഇങ്ങനെ പവറിൽ വേരിയബിൾ വരുന്ന എല്ലാ പ്രോബ്ലംസും ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഇതിനെയാണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എന്ന് പറയുക. ഇനി ഇതിൻ്റെ കുറച്ച് എക്സാമ്പിളുകൾ നമുക്ക് അടുത്തത് നോക്കാം.